ഈ ഇരുട്ടത്ത് ഇപ്പം എങ്ങോട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. നമ്മളെ പറമ്പിലേക്കാണ് കേട്ടോ. JCB വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി എണീറ്റതാണ്. ഒരു 5:30 ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. എണീറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, ഉറങ്ങിയില്ല. കാരണം ഇന്നലെ ഞങ്ങൾക്ക് ശിവരാത്രി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും അതും പറഞ്ഞാണ് ഇപ്പോൾ ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അമ്മ അടുക്കളയിലുണ്ട്, അമ്മ ആടുന്നും പറയുന്നുണ്ട് കേട്ടോ. ഞാനും ഉറങ്ങിയില്ല എന്നൊക്കെ ഒച്ചപ്പാട് കേട്ടിട്ട് ഞാനും ഉറങ്ങിയില്ല എന്ന്. അപ്പം ഞങ്ങളാണെങ്കിൽ എന്താ ഒച്ചപ്പാട് വെച്ച് കഴിഞ്ഞാൽ ഇത് തീരെ ഉറങ്ങിയില്ല. ഇത് ഭയങ്കരമായിട്ട് കരയും കേട്ടോ. വയറുവേദന എടുത്തിട്ടാണോ ചെവിവേദന എടുത്തിട്ടാണോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ. പക്ഷേ വയറ് തൊട്ട് നോക്കുമ്പോൾ ഒന്നും വേദനയൊന്നുമില്ല കേട്ടോ. ചെവിയൊന്നും തൊടുമ്പോൾ കരയൊന്നുമില്ല. അല്ലാത്തപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വണ്ടിയുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഉറങ്ങൂല്ലല്ലോ. നട്ട പതിരയ്ക്ക് വണ്ടീൻ്റെ മുകളിൽ ബൈക്കുമ്മേൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി വന്നപ്പോൾ ഇത് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ അച്ഛനോട് പറയാം തലയൊന്നും പൊന്തുന്നില്ല, കണ്ണൊക്കെ കുഴിയിലായി, കയ്യും കാലൊക്കെ വേദനയാണ്, മുട്ടൊക്കെ വേദനയാണ്. കാരണം പകൽ മുഴുവൻ ഒരാൾ ഓൻ്റെ പുറകെ തന്നെ വേണം. അപ്പോൾ എന്നാലും തികയൂല. അപ്പോൾ ഊരവേദന എല്ലാ വേദനയുണ്ട്. അപ്പോൾ അച്ചേടൻ പറയാം സാരല്ല പോട്ടെ മക്കളൊക്കെ അല്ലേ എന്നൊക്കെ. ഇതിന് സൗണ്ട് ഉണ്ടായിനെ, പക്ഷേ സൗണ്ട് ഞാൻ ഒഴിവാക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 5:30 5:45 ഒരു സമയം ആയതുകൊണ്ട് തന്നെ ചീവീടൊക്കെ അല്ലേ, അതൊക്കെ ഒച്ചപ്പാട് ഇങ്ങനെ കിരേന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിന്, അതൊക്കെ മറന്നും പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെയാണ് JCB വിളിച്ച് പറഞ്ഞത് വലിയ JCB അങ്ങോട്ട് ഇറങ്ങൂല, അതുകൊണ്ട് ചെറിയ JCB ആയിട്ട് നാളെ വരാം. JCB വന്നിട്ട് തിരിച്ച് പോയതാട്ടോ രാവിലെ തന്നെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ തെങ്ങും ഒക്കെ പൊരിക്കാണ്ട് എന്നൊക്കെ നേരെയൊക്കെ ആക്കാണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ആ സമയം കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാണ്ട് ചെയ്തോ, കുഞ്ഞിന് ഉറങ്ങല്ലേ, അമ്മ ചോറും കറിയൊക്കെ ആക്കി ചായയൊക്കെ ആക്കിക്കോളാന്ന്. അല്ലെങ്കിൽ അമ്മ തന്നെയാണ് ആക്കൽ കേട്ടോ, ഞാൻ കൂടി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ ഇവേൻ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് അങ്ങോട്ട് തിരുമ്പാൻ പോകാമെന്ന് വിചാരിച്ച്. ഇത് വാഷിംഗ് മെഷീനിൽ ഇടുന്നത് ഞാൻ ഇടലില്ല കേട്ടോ. ഹിറ്റിങ്ങൾതൊക്കെ ഇട്ടിട്ട് കളറൊക്കെ പോയിട്ട് ചേറൊന്നും വരേക്ക് പോകില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബക്കറ്റും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നല്ല മഞ്ഞുണ്ട്, ഇങ്ങനെ കാണുമ്പോഴില്ല, വയലിലൊക്കെ നല്ല അടിപൊളി മഞ്ഞ കേട്ടോ. അത് നമ്മൾ ഫോൺ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അത്രയേ എടുക്കാൻ പറ്റുള്ളൂ. പുളി വാങ്ങാൻ പറഞ്ഞിട്ട് അച്ചയുടെ പുളി വാങ്ങാൻ താഴേക്ക് പോകണം കേട്ടോ. നമ്മൾ താഴത്തന്നെ ഒരു കുഞ്ഞ് പീടിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗമൊക്കെ തിരുമ്പി എന്താ പറയുക ഒക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ച്. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. കാരണം അപ്പോഴത്തേക്കും സമ്മതിച്ച് തരില്ല. അപ്പോഴൊക്കെ നല്ല ഉറക്കമാണ്. ആ സമയത്ത് വേഗമൊക്കെ അത് എടുത്തിട്ട് അപ്പോൾ ഞാൻ അവിടെ തുളസി 2 കുഴിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കതിരിങ്ങനെ കുറേ കൂടി കിടക്കുന്നുണ്ട്. കതിരുണ്ടെങ്കിൽ ഇത് തുളസിക്ക് കേട് വരില്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ വേരോടെ പറിച്ചുകൊണ്ട് പോകണം. തുളസി എന്തായാലും ഞാൻ പറിക്കൂ. അപ്പോൾ അതിൻ്റെ കതിരൊക്കെ നുള്ളി കൊടുത്ത് പിന്നെ തന്നെ വേഗം അറിയിട്ടിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. അപ്പോൾ നോക്കുമ്പോൾ മഞ്ഞ ഫുള്ള്, ഇവിടെ ഒരു പുല്ലിൻ്റെ മുകളിൽ പോലും മഞ്ഞ കേട്ടോ. മഴ പെയ്ത പോലെ വെള്ളം ഉണ്ടായിന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചാൽ കേട്ടോ. എന്നിട്ട് വിചാരിച്ച് വേഗം മുറ്റൊക്കെ അടിച്ച് വാരട്ടെ. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു 9 മണി 9:30 ആകുമ്പോൾ ഞാനും ഇതും കൂടിയാണ് മുറ്റൊക്കെ അടിക്കൽ. ഇത് വയ്യ ഇങ്ങനെ നടക്കും, ഓരോ കല്ലൊക്കെ പെറുക്കി നമ്മൾ എത്രയോ പ്രാവശ്യം നോക്കണം കേട്ടോ ഓനെ. അപ്പം പിന്നെ മുറ്റൊക്കെ അടിച്ച് വാരി എന്താ പറയുക പല്ലൊക്കെ തേച്ച് ചായ കുടിക്കണം കുളിക്കണം എന്നൊക്കെയുള്ള കണ്ടീഷനായിന്. പക്ഷെ അതിനൊന്നും ആൾ സമ്മതിച്ചില്ല. ഞാൻ മുറ്റം അടിച്ച് വാരുന്നവർ എന്തോ ഭാഗ്യത്തിന് കരയാണ്ടെന്ന് കേട്ടോ. മുറ്റം അടിച്ച് വാരി വന്ന് ഞാൻ പയറിന് കടുക് ഇടാൻ വേണ്ടി പാത്രം വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കൂക്കി വിളി കരച്ചിലതിനെ പിന്നെ ഇങ്ങനെയൊക്കെ സോപ്പടിച്ച് കൊണ്ടുവന്ന് എന്തോ ഒരു വയ്യായി കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ട് ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ്. എന്താണ് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അമ്മ പറയാം ഒരു ചരട് കെട്ടിച്ച് നോക്കുന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്താണെന്ന് ആർക്കറിയാം. അവന് പനിയൊന്നും ഇല്ല കേട്ടോ, വേറെ ഒന്നും കാണാനൊന്നുമില്ല. പിന്നെ അങ്ങനെ അപ്പോൾ പിന്നെ സോപ്പ് അടിച്ചിട്ടുണ്ട്. അച്ചയുടെ ചീത്ത പറഞ്ഞുകൊണ്ട് ഓന് ഭയങ്കര തെറ്റില്ലേനു കേട്ടോ. അപ്പോൾ കുറേ സമയം അച്ഛൻ്റെ അടുത്ത് പോവാണ്ടും മിണ്ടാണ്ടൊക്കെ നിന്നേ. ഓന് ഭയങ്കര ചൊടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അച്ഛന് ചായയൊക്കെ കൊടുത്ത് ദോശ ചെയ്യുമ്പോൾ ചായക്ക് മൈദേൻ്റെ ദോശ ചെയ്യുന്നു കേട്ടോ. അതും സാമ്പാർ കറിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ അച്ഛൻ അതൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് മണിക്ക് പോകാറുണ്ട് കേട്ടോ. ചോറൊക്കെ അച്ഛൻ്റെ പോകുമ്പോൾ കൊണ്ടുപോകലാണ്. അതാകുമ്പോൾ പിന്നെ എന്താ പറയുക പല പല സ്ഥലത്തായിരിക്കും ചിലപ്പോൾ പണി, ചിലപ്പോൾ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കടയിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാം. ഇവ എണീച്ചില്ല, ഇവ തുണന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്തേക്കും പോയി, അച്ചടം പണിക്കും പോയി കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ദിവസവും എന്താ പറയുക ഓരോ സിറ്റുവേഷനിൽ കൂടെയല്ലേ കടന്നു പോകുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട്. ആദ്യം സങ്കടമൊന്നുമില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സങ്കടമൊക്കെ ഉണ്ട്. ഇപ്പോൾ രണ്ടാമതും അതൊക്കെ മാറി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഷോർട്സിൽ തൊണ്ട എന്നൊക്കെ പറഞ്ഞ പോലത്തേക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓരോടൊക്കെ ഒരുപാട് സ്നേഹം, വിഷമിക്കേണ്ട എല്ലാം ശരിയാവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കമൻസൊക്കെ വായിക്കലൊക്കെ ഉണ്ട്. ചിലതിനൊക്കെ മറുപടി കൊടുക്കും, ചിലതിനൊന്നും പറ്റില്ല. പിന്നെ ഇവ എണീച്ചപ്പോൾ ഇവ മിന്നാമിന്നും കൊണ്ട് എണീച്ചു. ഞാൻ ഇന്നലെ ബാലുശ്ശേരി പോയപ്പോൾ കൊണ്ടുകൊടുത്തേനു കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കഥ വായിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ കഥ വായിച്ചു കൊടുത്ത്. ഇവിടെ
ഇതും എന്ത് ചിത്രം കണ്ടാലും വന്ന് നോക്കി നിൽക്കുക. അപ്പോൾ ഓനൂടി അത് വേണം. അപ്പോൾ പിന്നെ മിന്നാമിനി 2 വാങ്ങിയിട്ട് വെറുതെ പൈസ പോക്കണ്ടല്ലോ വെച്ചാൽ ഒന്നേ വാങ്ങിയുള്ളൂ. അപ്പോൾ അടിയായിരുന്നു കേട്ടോ അവസാനത്തേക്ക് പിടിച്ച് നിലത്തിടലും. അപ്പോൾ കഥ മുഴുവൻ വായിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഒരു തീം അങ്ങ് കണ്ടുപിടിച്ച് കുറച്ചൊക്കെ വായിച്ചങ്ങോട്ട് കൊടുത്തേ. അതൊന്നും ഇതിലുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് 2 മക്കളടയ്ക്ക് നമ്മളൊന്ന് ജീവിച്ച് പോകണേ എന്തൊരു പണിയാണെന്നറിയാം. പക്ഷെ ഇവരില്ലെങ്കിൽ ഒരു സുഖമല്ല കേട്ടോ. അവരെ കുറച്ച് സമയം കാണാണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടവും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൂട്ടാണ്ട് പോയി കഴിഞ്ഞാലൊക്കെ ഭയങ്കര മൂഡ് ഓഫും മിസ്സിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പിടിച്ച് നിന്ന് പോകുന്നതും. അപ്പോൾ പിന്നെ എന്താണ്, അച്ഛൻ എവിടെ പോയി ചോദിച്ചാൽ അച്ഛൻ പിന്നെ മഞ്ചേരിക്ക് പോയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ് ഞാൻ പറഞ്ഞില്ലേ മൈദേൻ്റെ. അപ്പം അത് വേണ്ടാത്തത് കൊണ്ട് ഞാൻ പൂളയും മത്തിക്കറി ഉണ്ടായിരുന്നു, അതും അതിനോട്ട് എടുത്ത്. ഇതെന്താ രാവിലെ അതിൻ്റെ എടുത്ത് വിചാരിക്കും. അപ്പം ഇന്നത്തെ ഒരു ഇതിനനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് എടുത്താട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ കുഞ്ഞിനെ നോക്കിയപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയോ ഭാഗങ്ങൾ മിസ്സായിപ്പോയിക്ക്, അങ്ങനെ എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കേൾക്കേണ്ടി അതൊക്കെ ചെയ്ത് വെച്ച് പിന്നെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും അവിടെ നല്ല വെയിലായിരിക്കും കേട്ടോ. പിന്നെ അമ്മ കടയിലേക്ക് ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമായി. പിന്നെ നമ്മൾ ഇവമോളെ പിറന്നാളാണെന്ന് ഡേറ്റിൻ്റെ നമ്മൾ കേക്കൊക്കെ മുറിച്ചാണ് എന്ന് കുളിച്ച് സുന്ദരി കുട്ടിയായി പുതിയ കുപ്പായൊക്കെ ഇട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.